ഒരു കാര്യം ചോദിക്കുകയാണ്. ഈ നല്ല രീതിയിൽ കരിയർ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഒരു പരാതിയുമായി അല്ലെങ്കിൽ സുജിത് ദാസിനെതിരെ പരാതിയുമായി പോകാതിരുന്നിരുന്നെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് കരുതുന്നുണ്ട്. അല്ല, അത് ഞാൻ ഈ സസ്പെൻഷന് ശേഷം ഈ പരാതി കൊടുത്തല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ രാജിക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ പലരും എന്നെ സമീപിച്ചു, എന്താണ് ഇത് അവസാനിപ്പിക്കണം. ആക്ച്വലി അത് പോലീസിൽ നിന്ന് മാത്രമല്ല, CPM നിന്ന്, പാർട്ടിയിൽ നിന്ന് പലരും അത് ഗവൺമെൻറ്റിനെ ബാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ എന്നെ സസ്പെൻഡ് ചെയ്തപ്പോൾ എനിക്കെതിരെ വാർത്ത കൊടുത്തപ്പോൾ അത് ഗവൺമെൻറ്റിനെ ബാധിച്ചില്ലേ? അപ്പം ഞാൻ അവരോട് പറഞ്ഞത് എന്താണ്, നിങ്ങളൊരു കാര്യം ചെയ്യുക, എൻ്റെ സസ്പെൻഷൻ ഒന്ന് റിവോക്ക് ചെയ്യണ്ട, പക്ഷേ എന്നെ ചെയ്യേണ്ടത് എന്താണ്, എനിക്കെതിരെ കൊടുത്ത വാർത്തകൾ മാറ്റി കൊടുക്കണം. ഞാൻ സ്വർണ്ണക്കടത്തുകാരുടെ ആളല്ല, പകരം എന്താണ്, ഞാൻ ഈ താമര ജെഫ്രിയുടെ വിഷയത്തിനകത്ത് ഇടപെട്ട ഒരാളാണ്. അതിൻ്റെ പേരിൽ എന്നെ സസ്പെൻഡ് ചെയ്തു, എന്നെ പിരിച്ചുവിട്ടു, എനിക്ക് പ്രശ്നമില്ല. പക്ഷെ മറ്റത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ മരിക്കുന്നത് വരെ ഒരു രാജ്യദ്രോഹിയായിട്ട് എൻ്റെ മക്കളുടെ മുമ്പിൽ ചിത്രീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറ്റില്ല. കാരണം നമ്മളൊരു ഈ ഭയങ്കര രാജ്യസ്നേഹിയാണെന്നല്ല, പക്ഷെ രാജ്യദ്രോഹിയല്ല. അപ്പം അത് നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, വലുതായിട്ട് വിഷമിപ്പിച്ചൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ എന്നോട് ഈ കോംപ്രമൈസ് എന്നൊക്കെ പറഞ്ഞിട്ടേ വന്നവരെടുത്ത് ആ പരാതി ഒന്ന് പിൻവലിക്കണം. CPM പ്രാദേശിക നേതാക്കളാണോ അതേ മേൽത്തട്ടിലുള്ള നേതാക്കൾ? മേൽത്തട്ടിലുള്ള മലപ്പുറത്ത് ഞാൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് മലപ്പുറത്തുള്ള ചില ബന്ധങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിലാണ് എന്നോട് ഇടപെട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ പ്രശ്നം ഇതാണ്. എൻ്റെ പ്രശ്നം ജോലിയല്ല, എൻ്റെ പ്രശ്നം എൻ്റെ ആത്മാഭിമാനമാണ്. മനസ്സിലായില്ലേ? അത് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് കളയാൻ എനിക്ക് പറ്റില്ല. ഈ പോലീസിൽ നിന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ഇതുപോലെ പ്രഷർ ഉണ്ടായിരുന്നു? പ്രഷർ മീൻസ് അത് ചില വഴിയിട്ടേ ഇങ്ങനെ ഒരു, അതായത് വേറെ ഒന്നുമില്ല, എൻ്റെ കൂടെ ജോലി, എൻ്റെ മേലുദ്യോഗസ്ഥരായിട്ടുള്ളവരൊക്കെ പറഞ്ഞതാണ് എൻ്റെ കരിയർ നോക്കണം, ഇത് വിടും, ആ രീതിയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കരിയർ അവസാനിച്ചല്ലോ. എന്നാൽ കരിയർ എന്ന് പറയുന്നത് നമുക്ക് കുറേ പ്രൊമോഷൻ കിട്ടുന്ന നല്ല കരിയർ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ആ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഫെയിമാണ് നമ്മുടെ കരിയർ. അല്ലാതെ നമ്മളിപ്പോൾ CI, DYSP, SPI അതിനെയൊന്നും ഒരു കരിയറായിട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം ആ കേരള പോലീസിൻ്റെ നിലവിൽ അത്തരത്തിൽ കരിയർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ വലിയ ഭാഗ്യം വേണം, അല്ലാതെ നമുക്ക് കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുവരെയൊക്കെ എത്തി നിൽക്കുന്നു, ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? നിയമ പോരാട്ടം എന്തായാലും തുടരുക തന്നെയല്ലേ? ഇപ്പോൾ ഞാൻ ഫ്രീ ബേഡായി, ഇനി പ്രശ്നമില്ല. മറ്റേതെന്ന് ഒരു അപേക്ഷ കൊടുക്കുമ്പോഴത്തേക്ക് ശ്രീജിത്തൻ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അണ്ടർ സസ്പെൻഷൻ എന്നായിരിക്കുമല്ലോ ഫ്രം അഡ്രസ്സ്. ഇനിയിപ്പോൾ അത് മാറ്റി എനിക്ക് എൻ്റെ ഒരു സിറ്റിസൺ എന്ന രീതിയിലുള്ള ഒരു അഡ്രസ്സിലേക്ക് പോവാം. അപ്പോൾ കുറച്ചുകൂടെ നമ്മളെ പോരാട്ടത്തിന് എന്ത് ചെയ്യും, കുറച്ചുകൂടി ഒരു ഇതുണ്ടാവും, ആ തീവ്രത ഉണ്ടാവും, ഫ്രീഡം ഉണ്ട്. മറ്റേതിപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ SI എന്നുള്ളൊരു സാധനം വരുമല്ലോ. പിന്നെ ഈ പറഞ്ഞ ആഴ്ച ഒരു ദിവസം നോട്ടീസാണ്, നിങ്ങൾക്ക് അവിടെ എൻക്വയറി ഉണ്ട്, ഇവിടെ എൻക്വയറി ഉണ്ട്. അപ്പോൾ നമുക്ക് ആകെ 25,000 രൂപ ഒരു മാസം കിട്ടുന്നത്. അതിനകത്ത് സത്യം പറഞ്ഞാൽ കോടതി കാണും, ഒരു മാസം ഒരു 2-3 കോടതി കാണും. അതെല്ലാം മലപ്പുറത്തല്ലേ ജോലി ചെയ്തത്. അപ്പോൾ അതിന് ഒരു ദിവസം കോടതി പോകണേ 2,000 വേണം. അപ്പോൾ ഒരു 3 കോടതി 4 എൻക്വയറി, അപ്പോൾ എന്താ 20,000 കഴിഞ്ഞ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ എൻക്വയറിക്ക് പോകാതെ ആ പൈസയെങ്കിലും നമുക്ക് വേറെ എന്തെങ്കിലും പണിക്ക് നമുക്കെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ടൊന്നിനും പോകാൻ പറ്റില്ലെന്നേ. കാരണം ഇതിന് പോകുന്നത് കൊണ്ട്, അതായത് നമ്മൾ എല്ലാ മാസവും ഒരു സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കണം, ഞാൻ വേറൊരു ജോലിക്ക് പോകുന്നില്ല, എന്നാലേ നമുക്ക് ഈ പൈസ കിട്ടുള്ളൂ. അപ്പോൾ വേറൊന്നിനും പോകാനും പറ്റില്ല.